ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ കോഴിക്കോട്ട് അന്തരിച്ചു. പത്ത് വർഷം പിന്നിട്ടിട്ടും അധ്യാപകരുടെ ദുരിതം കാണാത്ത സർക്കാർ വൻ പരാജയമെന്ന് M. വിൻസെന്റ് MLA. സഹകരണ രത്നം സഹകരണ റിയാലിറ്റി ഷോ മാർച്ച് 7 കോഴിക്കോട്ട്. ജെൻഡർ പാർക്കിൽ നടന്നു വന്ന ജെൻഡർ ഫെസ്റ്റ് ആർപ്പോ 2026 സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം മാർച്ച് 4 ബുധനാഴ്ച നടക്കും. സോഷ്യലിസ്റ്റ്, കോൺഗ്രസുകാരൻ, എഴുത്തുകാരൻ, നയതന്ത്രജ്ഞൻ, വാഗ്മി തുടങ്ങി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ജീവിതത്തിനാണ് KP ഉണ്ണികൃഷ്ണന്റെ വിടവാങ്ങലോടെ തിരശ്ശീല വീഴുന്നത്. 1971 മുതൽ 96 വരെ വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു അദ്ദേഹം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് പന്നിയങ്കരയിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അമൃതയാണ് ഭാര്യ. സുദക്ഷിണ, നിരഞ്ജന എന്നിവർ മക്കളാണ്. 1936 സെപ്റ്റംബർ 20 കോഴിക്കോട് കൊയിലാണ്ടിയിൽ അഭിഭാഷകനായ E. കുഞ്ഞിക്കണ്ണൻ നായരുടെ മകനായാണ് ജനനം. സ്കൂൾ കോളേജ് പഠനകാലത്ത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് 1960 കോൺഗ്രസ് അംഗമായി. 62 മുതൽ AICC അംഗമായും പ്രവർത്തിച്ചു. ചെന്നൈയിലെ ക്രിസ്ത്യൻ കോളേജ്, പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1971 മുതൽ 96 വരെ വടകര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തുടർച്ചയായി 7 തവണ ലോക്സഭയിലെത്തി. 78 കോൺഗ്രസ് പാർട്ടി വിട്ട ഉണ്ണികൃഷ്ണൻ 95 കോൺഗ്രസിൽ തന്നെ മടങ്ങിയെത്തി. കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ഏറ്റവും അധികം തവണ വിജയിച്ച വ്യക്തി എന്ന പ്രത്യേകതയും KP ഉണ്ണികൃഷ്ണനുണ്ട്. ശങ്കേഴ്സ് വീക്ക്ലി, ബ്ലിറ്റ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങളിലും പത്രപ്രവർത്തകനായി. മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു. ശവസംസ്കാരം മാർച്ച് 4 ബുധനാഴ്ച മാനാരി ശ്മശാനത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന നേതാവ് KP ഉണ്ണികൃഷ്ണന്റെ വിയോഗം രാഷ്ട്രീയ കേരളത്തിനുണ്ടാക്കിയത് നികത്താനാവാത്ത നഷ്ടമാണ്. നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് പ്രമുഖർ. 1970 മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഒപ്പമുണ്ടായിരുന്ന എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ട വല്ലാത്തൊരു വേദനയാണ് ഉള്ളത്. 1969 കോൺഗ്രസ് ഭിന്നിപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിലയുറപ്പിച്ച് അപ്രതീക്ഷിതമായി വടകര പാർലമെൻറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് മുതലാണ് ഉണ്ണിയേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ പത്മാലയത്തിൻ്റെ ചരിത്രം പറയാനും ഇതിൻ്റെ പിന്നിൽ കുഴിച്ച് താഴ്ത്തിയിട്ടുള്ള ഒരു കുളം, ആ കുളം പോയി കാണുമെന്ന് പറഞ്ഞു. ആ കുളത്തിൻ്റെയൊക്കെ ചരിത്രം അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് അഭിമാനം. എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജനിച്ചു വളർന്ന, എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആതിഥേയത്വം കൊടുത്ത ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് പൊതുസമൂഹത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന, പ്രത്യേകിച്ച് മലബാറിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. അതുപോലെ തന്നെ എന്നും ജനാധിപത്യ മതേതര ശക്തികൾക്കൊപ്പം
നിലയുറപ്പിച്ച നേതാവാണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ദീർഘകാലം കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും അവസാനം അദ്ദേഹം കോൺഗ്രസിൽ തിരിച്ചു വരികയും കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കുകയും ചെയ്തു. സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ. അന്ന് മലയാളികളാകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മലയാളികൾക്ക് ഒരു ധൈര്യമായിരുന്നു ശ്രീ KP ഉണ്ണികൃഷ്ണൻ. പാർലമെൻറ്റേറിയൻ എന്നുള്ളത് പോലെ തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും അദ്ദേഹം മാതൃക തീർക്കുകയായിരുന്നു. മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ എന്നും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10 വർഷം പിന്നിട്ടിട്ടും അധ്യാപകരുടെ ദുരിതം കാണാത്ത സർക്കാർ വൻ പരാജയമെന്ന് എം വിൻസെന്റ് MLA. കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ DGE ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തിക, വിരമിക്കൽ, സ്ഥാനക്കയറ്റം എന്നിവ മൂലം നിയമനം നേടിയ അധ്യാപകർ നേരിടുന്ന ശമ്പള നിഷേധം ഗുരുതര അനീതിയാണെന്നും 10 വർഷം പിന്നിട്ടിട്ടും അവരുടെ ദുരിതം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വൻ പരാജയമാണെന്നും വിൻസെന്റ് MLA. കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് DGE ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016-2021 കാലയളവിൽ നിയമിതരായ അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സേവന കാലയളവ് പരിഗണിച്ച് സർക്കാർ നാഷണൽ നിയമനാംഗീകാരം നൽകിയെങ്കിലും ആ കാലയളവിൽ ജോലി ചെയ്തതിന് ശമ്പളവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിക്കാത്തത് ആയിരക്കണക്കിന് അധ്യാപകരെ ദുരിതത്തിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ചെയ്ത ജോലിക്ക് വേതനം ലഭിക്കുക തൊഴിലാളിയുടെ മൗലിക അവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മന്ത്രി ബാബു ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. KATA ജനറൽ സെക്രട്ടറി AV ഇന്ദുലാൽ അധ്യക്ഷത വഹിച്ചു. വട്ടപ്പാറ അനിൽ, M തമീമുദ്ദീൻ, റഷീദ് മദനി, AA കബീർ, ഷജീർ ഖാൻ വയ്യാനം, അബ്ദുൾ റഷീദ് KT, അഹമ്മദ് അമീൻ ചൂനൂർ, B ശ്രീപ്രകാശ്, രാജേന്ദ്രൻ നായർ, നിഖിൽ K, റഷീദ് കുന്നത്ത്, ആശ ഫ്രാൻസിസ്, മുർഷിദ മലപ്പുറം, ഷീജ കോട്ടയം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സഹകരണ രത്നം സഹകരണ റിയാലിറ്റി ഷോ മാർച്ച് 7 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 20ഓളം സഹകരണ സംഘങ്ങൾ 3ാം ഭാഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ ജനങ്ങളുടെ സമസ്ത മേഖലയിലും ഇടപെടുന്ന സഹകരണ മേഖല കേരളത്തിൽ കൈവരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും
ജനസമക്ഷം അവതരിപ്പിക്കാൻ കഴിയുന്ന വളരെ മെച്ചപ്പെട്ട ഒരു പരിപാടിയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയിൽ സഹകരണ സ്ഥാപനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, സഹകരണ വിജയകഥകൾ, സഹകരണ മാതൃകകൾ, നൂതന ബാങ്കിംഗ് രീതികൾ, പുതിയ സഹകരണ പാഠങ്ങൾ എന്നിവ അവതരിപ്പിക്കും. സഹകരണ മേഖലയിൽ ഒട്ടേറെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, അവർ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുപോലെ അവർ ബാങ്കിങ് മേഖലയിലും നോൺ ബാങ്കിങ് മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സഹകരണ രത്നം റിയാലിറ്റി ഷോ. പാനൽ ബോർഡ് അംഗങ്ങളായ SCSTI മുൻ ഡയറക്ടർ BP പിള്ള, കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ ഡോക്ടർ M രാമനുണ്ണി, മുൻ ജോയിന്റ് രജിസ്ട്രാറും കേരള ദിനേശ് ചെയർമാനുമായ MK ദിനേശ് ബാബു, ICM മുൻ ഡയറക്ടർ MV ശശികുമാർ എന്നിവർ തത്സമയം ബാങ്ക് പ്രതിനിധികളുമായി സംവദിക്കും. ഇതിനുള്ള സക്സസ് സ്റ്റോറികളുള്ള 20 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണം നടത്തിയുള്ള വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസന്റേഷൻ ഡോക്യുമെന്ററി ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യും. അതിനുശേഷം അത് സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ, പാനൽ ഡിസ്കഷൻ, BP പിള്ള, രാമനണ്ണി സാർ വരെയൊക്കെയുള്ള പ്രമുഖ സഹകാരികൾ ഉൾപ്പെടുന്ന പാനൽ ഡിസ്കഷൻ. ആ ഡിസ്കഷൻ മറ്റുള്ള പങ്കെടുക്കുന്ന സഹകാരികൾക്കും മറ്റുള്ളവർക്കും ഒരു അനുഭവേദ്യമാവുക. കാരണം നാളെ അവരുടെ സ്ഥാപനങ്ങൾ ഇത് നടക്കുന്ന ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പഠനാത്മകമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ. ചടങ്ങിൽ പ്രമുഖ സഹകാരിയായ പാലേരി രമേശന് സഹകരണ രത്നം പുരസ്കാരം നൽകി ആദരിക്കുമെന്നും ടീം കോഓപ്പറേറ്റീവ് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ മധു ചെമ്പേരി, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ E പ്രേംകുമാർ, കാലിക്കറ്റ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ജനറൽ മാനേജർ E സുനിൽകുമാർ, PRO ദീപ്തി ബിപിൻലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ജെൻഡർ പാർക്കിൽ നടന്നുവന്ന ജെൻഡർ ഫെസ്റ്റ് ആർപോ 2026 സമാപനമായി. ഫെസ്റ്റിന്റെ അവസാന ദിവസം പാഠപുസ്തകങ്ങൾക്കപ്പുറം ബോധനശാസ്ത്രത്തിലെയും പ്രയോഗത്തിലെയും ലിംഗപദവി എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ജെൻഡർ പാർക്കിൽ ഫെബ്രുവരി 25 മുതൽ 28 വരെ സംഘടിപ്പിച്ച ആർപോ 2026 ഫെസ്റ്റിന്റെ അവസാന ദിവസമായ 28 വൈകിട്ട് 4 മണിക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറം ബോധനശാസ്ത്രത്തിലെയും പ്രയോഗത്തിലെയും ലിംഗപദവി എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ TK ആനന്ദി, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പഠിപ്പിക്കാനുള്ള ഒരു കണക്കിലുണ്ടാവുക, രാജുവും മിനിയും ചന്തയിൽ പോയി 10 രൂപയും കൊണ്ടുപോയി. അതിൽ രാജു 4 രൂപയുടെ ബോൾ വാങ്ങി, മിനി 3 രൂപയുടെ വള വാങ്ങി. ബാക്കി എത്രയാണ്? ഇന്ന് വരെ ഒരു പാഠപുസ്തകത്തിലും മിനി ബോൾ വാങ്ങിയിട്ടില്ല, മിനി വളയെ വാങ്ങിയിട്ടുള്ളൂ. ബോൾ എപ്പോഴും വാങ്ങുക രാജു തന്നെയാണ്. ഇത് നമുക്ക് വളരെ നിർദോഷകരമെന്ന് തോന്നുകയും പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ലിംഗവിവേചനത്തിൻ്റെ ആഴം എത്രമാത്രമല്ല, ചെറുപ്പത്തിൽ എങ്ങനെയാണ് അത് ആ രീതിയിൽ അത് മോൾഡ് ചെയ്യപ്പെടുന്നതിനുള്ള ഭയങ്കര രസകരമായ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പാഠപുസ്തകം തന്നെ മൊത്തത്തിൽ അഴിച്ചു പണിയണം എന്നുള്ള ഒരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തുന്നതും. ഞങ്ങൾ അനലൈസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങൾ കണ്ടത് അമ്മ തന്നെ പൊട്ടു തൊടിയിക്കണം, അമ്മ തന്നെ ഉടുപ്പിടിയിക്കണം, അമ്മ തന്നെ ആഹാരം വായിൽ തന്ന് ഉടുപ്പ് ഇടിയിച്ച് പുസ്തകവും എടുത്തു വെച്ച് എന്നെ ഉമ്മയും തന്ന് അമ്മ എൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നി അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്. തുടർന്ന് കോഴിക്കോട് വനിതാ കൂട്ടായ്മ നടത്തുന്ന തെരുവ് നാടകം പ്രശസ്ത പിന്നണി ഗായികയും ശാസ്ത്രീയ സംഗീതജ്ഞയുമായ പുഷ്പവതി പൊസാടത്തിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ P അനിലിന്റെ ആന വരുന്നുണ്ടാന എന്ന ബാലസാഹിത്യ കൃതി പ്രകാശനം ചെയ്തു. മന്ത്രി AK ശശീന്ദ്രനിൽ നിന്നും മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. ആനകളെക്കുറിച്ച് അറിവ് പകരുന്നതാണ് പുസ്തകം. ആനകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ P അനിൽ രചിച്ച ബാലസാഹിത്യ കൃതി ആന വരുന്നുണ്ടാന എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന് നൽകി പ്രകാശനം നിർവഹിച്ചു.
ആനകളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുട്ടികൾക്ക് അടുത്തറിയാനും മനസ്സിലാക്കാനും പുസ്തകം വഴിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഞാനൊരു ആനയുടെ മന്ത്രിയാണ്. അപ്പോൾ ആന കോപാകുലനായാൽ എന്താണ് എന്ന അനിഷ്ടങ്ങൾക്ക് മറുപടി പറയാനും ഓടിയെത്താനും കൂടി ബാധ്യസ്ഥനായതുകൊണ്ടാണ് ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നോളാം എന്ന് ആനയുടെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സമ്മതിക്കാനിടയായത്. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷനായിരുന്നു. ബാലസാഹിത്യകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുമാ പള്ളിപ്രം പുസ്തകം പരിചയപ്പെടുത്തി. വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ ബിജു, 24 ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ദീപക് ധർമ്മടം, യുനെസ്കോ സാഹിത്യ നഗരം നോഡൽ ഓഫീസർ AK സരിത, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, ലോക കേരള സഭാ അംഗം PK കബീർ സലാല, മാധ്യമപ്രവർത്തകൻ വൈഷ്ണവ് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. സാഹിത്യ സരയു പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. 130 രൂപയാണ് പുസ്തകത്തിന്റെ വില. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരക്കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മെഡിക്കൽ കോളേജ് സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന സാഹിത്യ സദസ്സ് പരിപാടിയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ VP ജയപ്രകാശ്, ക്രൈംബ്രാഞ്ച് SI സാജൻ പുതിയോട്ടിൽ, എഴുത്തുകാരനായ മാധവൻ പൈമ്പ്ര, ആയിഷ മാനന്തവാടി, ബീന കുന്നക്കാട്, വിമല ദാമോദരൻ, രജിത കുരുവട്ടൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രശസ്തമായ നിലമ്പൂർ വയലാശ്ശേരി പൂരം 2026 മാർച്ച് 4 ബുധനാഴ്ച കുറുത്തിക്കോട്ടയിൽ ശ്രീ കാളിമുത്തപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം. 2026 ഫെബ്രുവരി 25 ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി 26 മാർച്ച് 3 മാർച്ച് 4 ആറാട്ടോടുകൂടി അവസാനിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാർച്ച് 3 മൂലസ്ഥാനത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത്. മാർച്ച് 4 പൊങ്കാല, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കുടവരവ്. പകൽപൂരം, പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സ്. പ്രശസ്ത നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടി നയിക്കുന്ന ഉറവ് 2026 നാടൻപാട്ട്. മുളയങ്കാവ് അരവിന്ദ് ആൻഡ് പാർട്ടി നയിക്കുന്ന തായമ്പക. ആറാട്ട്, ഗുരുതിയാട്ടം തുടങ്ങി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും സാന്നിധ്യവും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മതസൗഹാർദ്ദത്തിന്റെ സ്നേഹവിരുന്നായി മിറാക്കിൾ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഇഫ്താർ. സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. ഫൗണ്ടേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഹിന്നൂരിൽ മിറാക്കിൾ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഹൃദയസ്പർശിയായ വേദിയായി. സ്ഥാപനത്തിലെ 25ഓളം കിടപ്പ് രോഗികളോടൊപ്പം നടന്ന ഇഫ്താർ സദസ്സിൽ മത, സാംസ്കാരിക, ജീവകാരുണ്യ, മാധ്യമ രംഗങ്ങളിലെ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, വിവിധ ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർ, പോലീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 600-ലധികം പേർ പങ്കെടുത്തു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച സൗഹൃദവേദിയായ സംഗമം സ്നേഹവും സ്നേഹാദരവും പങ്കുവച്ച അന്തരീക്ഷത്തിലാണ് നടന്നത്. ചെയർമാൻ ഫാറൂഖ് തുമ്പപ്പാടം, സെക്രട്ടറി ഷബീർ അലി കോടമ്പുഴ, ട്രഷറർ അനസ് എന്നിവരുടെ നേതൃത്വത്തിൽ ധന്യ, ജോയിന്റ് സെക്രട്ടറിമാരായ ഹസിനു, ഇംതിയാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഹറ, ഷബീബ, നിമിത, അനീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അരിക്കനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു.
വിശേഷാൽ പൂജകളും തിറ വെള്ളാട്ട് ചടങ്ങുകളും ദേവിക്ക് സമർപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. അരിക്കനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആദ്യ ദിനം നാഗപൂജയ്ക്കും ദീപാരാധനയ്ക്കും ശേഷം കാവുണർത്തലും സന്ധ്യാവേലയും നടന്നു. രണ്ടാം ദിവസം പ്രതിഷ്ഠാദിന ചടങ്ങുകളാണ് നടന്നത്. കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പ് എത്തി. ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. വൈകിട്ട് വിവിധ വെള്ളാട്ടുകളും രാത്രിയിൽ തിറയാട്ടങ്ങളും അവതരിപ്പിച്ചു. വെള്ളരി വെപ്പിനും രാത്രി താലപ്പൊലിക്കും ശേഷം ഗുരുതി അർപ്പിച്ചു. ചാന്തുതിറയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വള്ളിക്കുന്ന് നിറംകൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 4, 5 തീയതികളിൽ ആഘോഷിക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് മാർച്ച് 4 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കളരിപ്പയറ്റ്, നാടൻപാട്ട്, ദൃശ്യവിരുന്ന്, വെടിക്കെട്ട്, മാർച്ച് 5 സാമ്പിൾ വെടിക്കെട്ട്, മെഗാ തിരുവാതിര, നൃത്തസന്ധ്യ, മാർച്ച് 6 വിശേഷാൽ പൂജകൾ, ആൽത്തറ മേളം, കാഴ്ച ശീവേലി, മഹാഗുരുതി എന്നിവ നടക്കും. മാർച്ച് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വള്ളിക്കുന്ന് MLA P. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. സാമൂതിരി രാജ PKS കേരളവർമ്മ ഭദ്രദീപം തെളിയിക്കും. വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്ക് ചടങ്ങിൽ 3ാമത് ദേവി പുരസ്കാരം സമർപ്പിക്കും. താലപ്പൊലി, തിരിച്ചെഴുന്നള്ളി, വെടിക്കെട്ടോടെ ഉത്സവം സമാപിക്കും. താലപ്പൊലി ഉത്സവത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ അമ്മ സ്വന്തം അനുജത്തിയെ കാണാൻ വേണ്ടി 1 കിലോമീറ്റർ ദൂരെയുള്ള താലപ്പൊലി പറമ്പിലേക്കുള്ള അർദ്ധരാത്രിയിലെ പ്രയാണമാണ് ഉത്സവത്തിന്റെ പ്രധാനമായുള്ള ആകർഷണീയത. അന്ന് വ്രതാനുഷ്ഠാനത്തോടുകൂടി വരുന്ന സ്ത്രീജനങ്ങൾ നമ്മെ എതിരേറ്റുകൊണ്ട് നടത്തുന്ന താലപ്പൊലി പ്രയാണം, തിരിച്ചുള്ള താലപ്പൊലി പ്രയാണമാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ചടങ്ങ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഋഷികേഷ് കുമാർ P, സെക്രട്ടറി കൃഷ്ണകുമാർ വെട്ടിയാട്ടിൽ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ PC ബിജുരാജ്, ട്രഷറർ പ്രീത് പുളിയശ്ശേരി, പബ്ലിസിറ്റി ചെയർമാൻ പ്രഭാകുമാർ, കൺവീനർ ബാബുരാജ് തറോൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ കോഴിക്കോട്ട് അന്തരിച്ചു. പത്ത് വർഷം പിന്നിട്ടിട്ടും അധ്യാപകരുടെ ദുരിതം കാണാത്ത സർക്കാർ വൻ പരാജയമെന്ന് M. വിൻസെന്റ് MLA. സഹകരണ രത്നം സഹകരണ റിയാലിറ്റി ഷോ മാർച്ച് 7 കോഴിക്കോട്. ജെൻഡർ പാർക്കിൽ നടന്നു വന്ന ജെൻഡർ ഫെസ്റ്റ് ആർപ്പോ 2026 സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.